ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം പൊന്നാനി മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. അശ്വമേധ കാഴ്ചകൾ കാണാം പൊന്നാനിയിൽ. BP അങ്ങാടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വോട്ടർമാർ നമുക്കൊപ്പമുണ്ട്. ഈ മണ്ഡലത്തിൽ എന്ത് പ്രതീക്ഷയാണുള്ളത്? പൊന്നാനിയില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഏത് മുന്നണി ജയിച്ചാലും നല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ കൊണ്ടുവന്ന വീണ്ടും അവരെ സപ്പോർട്ട് ചെയ്യും ജനങ്ങൾ. പുതിയ തലമുറ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കോണിക്ക് കുത്തുള്ളൂ, കോണി മാറൂല. കേരളത്തിൽ ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ലെങ്കിലും കേന്ദ്രം BJP ഭരിക്കും. നമുക്കൊപ്പം ദേവനന്ദ ഉണ്ട്. അപ്പൊ നമുക്ക് ദേവനന്ദയുടെ പാട്ട് കേട്ട് ഇന്നത്തെ ലൈലത്തുൽ ഖദർ നമുക്കൊരു ഉഷാറാക്കാം. ആലിപ്പഴം പെറുക്കാൻ കിളിക്കൂട നിവർത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നൂലഞ്ഞാലിക്കുരുവി ഈ വഴിവാ. അടിപൊളിയായിട്ട് ദേവനന്ദ പാടി. ദേവനന്ദയുടെ പാട്ടുകളൊക്കെ അതൊക്കെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. കിളി പാടുന്നത് അപരാധമാണോ, ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നത് അപരാധമായോ. കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടോ? പണ്ട് കയറിയിട്ടുണ്ട്. വളരെ പണ്ടാണ്. ഓക്കെ. യഥാർത്ഥത്തിൽ നിങ്ങൾ CPM ഈ ലീഗിന്റെ കൊടി താഴ്ത്തി എന്നുള്ളൊരു പ്രചരണം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കല്ലല്ലോ വേണ്ടത്. അദ്ദേഹത്തിന് അങ്ങനെ പ്രയാസമുണ്ടെങ്കിൽ ലീഗ് കൊടികളില്ലാത്ത, ലീഗ് വോട്ടിൻ്റെ സ്വാധീനമില്ലാത്ത വേറെ മേഖലയിൽ പോയി മത്സരിക്കല്ലേ വേണ്ടത്. ലീഗ് അണികളുടെ മൊറാലിറ്റി പോയി, നാണം കെട്ട അവസ്ഥയായി പോയി. SDP-യുടെ പിന്തുണ തള്ളാൻ വേണ്ടി 72 മണിക്കൂർ എടുത്തു കോൺഗ്രസ് എന്നുള്ളത് ഒരു വിഷയമാണ്. ആ 72 മണിക്കൂർ എന്താണെന്നറിയോ? അതിന് മുമ്പ് വേറൊരു 72 മണിക്കൂർ ഇവരുമായി ധാരണ ഉണ്ടാക്കാൻ എടുത്തിട്ടുണ്ട്. ആളുകൾ കുറെ ആൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. KC വേണുഗോപാലും മറ്റു മറിച്ചുള്ള കുറെ ആളുകളൊക്കെ ഇവരുമായി നിരന്തരം ചർച്ച ചെയ്തിട്ടാണ് തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. തീർച്ചയായും ഇപ്രാവശ്യം മാറ്റം ഉണ്ടാവും. വിജയിക്കും. ഇത് കാഞ്ചീപുരം പട്ട ആണാ? കാഞ്ചീപുരം പട്ട് ரொம்ப പ്രമാദമാ இருக்கு. കാഞ്ചീപുരത്ത്. ഇവിടെ പൊന്നാനിയിൽ എന്താ അവസ്ഥ? പൊന്നാനിയിലെ സമദാനിയും മലപ്പുറത്ത് ETM, വയനാട്ടിലെ രാഹുൽ ഗാന്ധി ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. നിവേദിത സുബ്രഹ്മണ്യൻ നമുക്കൊപ്പം എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് കയറിയിട്ടുണ്ടോ? കയറിയിട്ടുണ്ടോ? പൊന്നാനി മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങൾ, മണിപ്പൂരെ പോലെയുള്ള വിഷയങ്ങൾ, ഇതൊക്കെ ചർച്ചയാവും. മുത്തലാഖ് അടക്കമുള്ള വിഷയങ്ങളൊക്കെ പൊന്നാനി മണ്ഡലത്തിൽ ഇരുമുന്നണികളും ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെയാ പ്രതിരോധിക്കുക നിവേദിത? നോക്കൂ, ഏത് വിഷയമായാലും അതിനെ കൃത്യമായിട്ട് തന്നെ വിവരിക്കുവാൻ BJPക്ക് ആവുന്നുണ്ട്. കാരണം കൃത്യമായിട്ട് ഓരോ ബില്ലുകൾ, ഇപ്പോൾ CAA കുറിച്ചായാലും നമ്മൾ കൃത്യമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്താണ് ഈ ബില്ല് എന്നുള്ളത്. ആരുടെയും പൗരത്വം നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പാക്കും. അതൊരു ഇൻക്ലൂസീവ് ആക്ട് കൂടിയാണ്. കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിക്കുന്നു എന്നല്ലാതെ നിലവിലെ നിയമങ്ങളിൽ യാതൊരു തരത്തിലും അത് ബാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോ 6 മാസത്തെ 6 മാസത്തെ കിട്ടാനുണ്ട്. കാത്തിരിക്കുകയാണ് UDF. അപ്പൊ കോണി തന്നെയാണ് ഇത്തവണയും സാധ്യതയുള്ളത്. കോണി കയറി സമദാനിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.